ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് കുസിൻസ്. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ബേക്ക് ചെയ്തെടുക്കുന്ന രണ്ട് സ്പെഷ്യൽ റെസിപ്പീസാണ് റമദാൻ സീരീസിൽ നമ്മൾ ഇന്ന് കാണിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറേബ്യൻ ഫത്തായറും ചിക്കൻ സ്റ്റഫ്ഡ് ബ്രെഡുമാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. രണ്ട് ടൈപ്പ് മസാലയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അവണിൽ വെച്ചും സ്റ്റൗ ടോപ്പിൽ വെച്ചും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് അറേബ്യൻ ഫത്തായർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടീസ്പൂൺ ഈസ്റ്റ്, ഇത് രണ്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ ഈസ്റ്റ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അടുത്തതായി ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, നന്നായി പൊന്തി വന്നിട്ടുള്ള ഈസ്റ്റും ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള പാല് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നല്ല സോഫ്റ്റ് ആവുന്നവരെ ഒന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ 1/2 കപ്പിന് താഴെ പാല് ചേർത്തിട്ടുണ്ട്. മാവിൽ കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം നന്നായി പൊങ്ങി വരുന്നതിന് വേണ്ടി ഒന്ന് കവർ ചെയ്ത് വെക്കണം. അടുത്തതായി മസാല റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അടുത്തതായി ക്രഷ് ചെയ്തിട്ടുള്ള 300 ഗ്രാം ചിക്കൻ ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ചെറിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, 1 ടീസ്പൂൺ ഒറിഗാനോ, ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, 1/3 കപ്പ് പാഴ്സലി ലീവ്സ്, ഇത് കാണാൻ മല്ലിയില പോലെ തന്നെയാണ്. അറബിക് റെസിപ്പിയിൽ സാധാരണ പാഴ്സലി ലീവ്സ് ആണ് ചേർക്കാറുള്ളത്. ഇതിന് പകരം മല്ലിയില ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് ക്രീം ചീസ് കൂടി ചേർത്ത് കൊടുക്കാം. ക്രീം ചീസ് ക്യൂബ്സ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/3 കപ്പ് പാഴ്സലി ലീവ്സ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഒറിഗാനോ, ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഇതുപോലെ 4 പീസായി കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 4 ഫത്തായറാണ് റെഡിയാക്കുന്നത്. ഇനി ഓരോ ബോൾസും ഇതുപോലെ ഓവൽ ഷേപ്പിലായിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അടുത്തതായി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചീസ് മാവിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കണം. ഇനി ചീസ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലൊന്ന് മടക്കി ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. ഒരു ബോട്ടിൻ്റെ ഷേപ്പിലാണ് നമ്മൾ ഫത്തായർ മടക്കിയെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ചിക്കൻ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചീസ് മിക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് എഗ് വാഷ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു മുട്ട നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതുപോലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വെളുത്ത എള്ളോ കറുത്ത എള്ളോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് നിർബന്ധമൊന്നുമില്ല, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ 4 ഫത്തായറും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് അവൻ പ്രീഹീറ്റ് ചെയ്ത ശേഷം 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓരോ അവൻ്റെയും ടെമ്പറേച്ചറിനനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അറേബ്യൻ ഫത്തായർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും കഴിക്കാനൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ സ്റ്റഫ്ഡ് ബ്രെഡാണ് നമ്മൾ അടുത്തതായിട്ട് കാണിക്കുന്നത്. നമ്മൾ ഫത്തായറിന് മാവ് റെഡിയാക്കിയ അതേ അളവിലും മെത്തേഡിലുമാണ് ചിക്കൻ ബ്രെഡിനും മാവ് റെഡിയാക്കുന്നത്.
ഇനി ഈ മാവ് നന്നായി പൊങ്ങി വരുന്നതിന് വേണ്ടി ഒന്ന് കവർ ചെയ്ത് വെക്കണം. മസാല റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു വലിയ സവാള ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം. സവാള ചെറുതായി വാടി വരുന്ന സമയത്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള 300 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ്റെ കളറൊക്കെ മാറി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് 1/3 കപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് മസാല നല്ല തിക്കാവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാവും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് 2 പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് മാവ് പരത്തിയെടുക്കാം. ഇതുപോലെ നല്ല നീളത്തിലാണ് നമ്മൾ മാവ് പരത്തിയെടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാല ഇതുപോലെ സെൻറ്ററിലായിട്ട് നീളത്തിൽ വെച്ച് കൊടുക്കണം. ഇനി മസാല വെച്ചതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒരേ സൈസിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അടുത്ത സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മുകളിലും താഴെയും കുറച്ച് ഭാഗം ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നാലേ നമുക്കത് നല്ലൊരു ഷേപ്പിൽ മടക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഓരോ സൈഡിൽ നിന്നും ഓരോ പീസ് എടുത്ത് മസാലയുടെ മുകളിലായിട്ട് ക്രോസ് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കണം. ആദ്യം റൈറ്റ് സൈഡിൽ നിന്ന് ഒരു പീസ് എടുക്കുക, അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ നിന്നും ഒരു പീസ് എടുക്കുക. അങ്ങനെ നമ്മളിത് മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത മാവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിൽ ചിക്കൻ മസാലയ്ക്ക് മുകളിലായിട്ട് ഷ്രെഡ് ചെയ്തിട്ടുള്ള മൊസറല്ല ചീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ എഗ് വാഷ് ചെയ്ത ശേഷം കുറച്ച് കറുത്ത എള്ളും കുറച്ച് വെളുത്ത എള്ളും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവണിൽ 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 2 ബ്രെഡും നമുക്കങ്ങനെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഗ്ലേസിങ്ങിന് വേണ്ടി കുറച്ച് ബട്ടർ ഇതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഒരു കോട്ടൺ തുണി കൊണ്ട് കുറച്ച് നേരം മൂടി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ 2 റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.